പശ്ചിമേഷ്യൻ സാഹചര്യം നമ്മൾ വിചാരിക്കുന്നതിലും മോശം അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. US ആക്രമണത്തിന് പിന്നാലെ ഇപ്പോഴേ വമ്പൻ തിരിച്ചടിയുമായിട്ട് ഇറാൻ രംഗത്ത് വരികയാണ്. ബഹ്റൈനിലെയും കുവൈറ്റിലെയും US താവളങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം. ജോർദാനിലെ US യുദ്ധവിമാനങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയെന്നും ഇറാൻ പറയുന്നു. അനുപമ ശ്രീദേവി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനുപമ, ഗുഡ് മോർണിംഗ്. പശ്ചിമേഷ്യൻ സാഹചര്യം വീണ്ടും അതിരൂക്ഷമായി വരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള അതിക്രമങ്ങൾ കണ്ടു. തിരിച്ചടിക്കുന്നു ഇറാൻ. എന്താണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്? സേതു പറയുന്നത് പോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയാണ് ഈ ഗൾഫ് മേഖലയിൽ. നേരത്തെ ഈ ഫെബ്രുവരി അവസാനത്തോടെ അമേരിക്കയും ഇസ്രയേലും ഇറാനെതിരെ ആരംഭിച്ച ഈ സൈനിക നടപടിയെ എങ്ങനെയാണോ ഇറാൻ പ്രത്യാക്രമണങ്ങളിലൂടെ നേരിട്ടത്, അതിന് സമാനമായിട്ടുള്ളൊരു സാഹചര്യം വീണ്ടും ഗൾഫ് മേഖലയിലേക്കുള്ള ആക്രമണങ്ങളിലൂടെ രൂക്ഷമാകുന്നു എന്ന് വേണം കരുതാനായിട്ട്. ഇപ്പോൾ ബഹ്റൈനിലെയും കുവൈറ്റിലെയും ജോർദാനിലെയും ആക്രമണങ്ങളാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതിനു പുറമെ ഇറാഖിലെയും US ബേസുകളിൽ US-ന്റെ വ്യോമ നാവിക താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ ആക്രമണം നടത്തുന്നതായിട്ടാണ് റിപ്പോർട്ട് വരുന്നത്. ബഹ്റൈനിൽ രണ്ടാം തവണയും സൈറണുകൾ മുഴങ്ങുന്നുവെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുവൈറ്റിൽ ഈ ഡ്രോണുകളും ദീർഘദൂര മിസൈലുകളും നേരിടുന്നതായിട്ട്, വ്യോമ പ്രതിരോധം നേരിടുന്നതായിട്ട് കുവൈറ്റ് പ്രതിരോധ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫിഫ്ത്ത് ഫ്ലീറ്റ്, US സൈന്യത്തിൻ്റെ ഫിഫ്ത്ത് ഫ്ലീറ്റ് പ്രവർത്തിക്കുന്ന അതിൻ്റെ ആസ്ഥാനം ബഹ്റൈനിലാണ് ഉള്ളത്. ആ ഫിഫ്ത്ത് ഫ്ലീറ്റിൻ്റെ സൈനിക സംഘത്തെയും അതുപോലെ തന്നെ മറ്റ് ആയുധശേഖരത്തെയും മറ്റ് യുദ്ധവിമാനങ്ങളെയും ലക്ഷ്യമിട്ടുകൊണ്ടാണ് ബഹ്റൈനിലെ ആക്രമണം എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഈ ജോർദാനിലെ F-35 യുദ്ധവിമാനങ്ങൾ പാർക്ക് ചെയ്യുന്ന, അവിടെ ഇടുന്ന ഒരു ഹാങ്ങറുകളുണ്ട് വ്യോമതാവളത്തിൽ. ആ ഹാങ്ങറുകളിലെ പ്രധാനപ്പെട്ട 4 ലക്ഷ്യങ്ങളിലേക്കാണ് ആക്രമണം നടത്തിയതെന്ന് IRGC അവകാശപ്പെടുന്നു. കഴിഞ്ഞ ഈ ഒരു തിരിച്ച് പ്രത്യാക്രമണങ്ങളിലേക്ക് ഇറാൻ എത്തുന്നത് ഈ തെക്കൻ ഇറാനിലെ US ആക്രമണങ്ങളോടെയാണ്. ഇന്ന് നമ്മുടെ ഈ ദിനം ആരംഭിക്കുന്നത് തന്നെ ഈ ഇറാനിലെ US ആക്രമണങ്ങളോടെയായിരുന്നു. ആക്രമണത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഇന്നലെ ഹോർമൂസ് കടലിടുക്കിൽ ഒരു അമേരിക്കയുടെ ഒരു അപ്പാച്ചെ അറ്റാക്ക് ഹെലികോപ്റ്റർ തകർന്നു വീഴുകയുണ്ടായി. ഈ ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന 2 പൈലറ്റുമാരെയും അതീവ ദുർഘടമായിട്ടുള്ളൊരു ദൗത്യത്തിലൂടെ അമേരിക്ക രക്ഷിച്ചെങ്കിലും ആ ഒരു ഹെലികോപ്റ്റർ തകർന്നതിന് ഒരു മറുപടി നൽകും എന്നുള്ള ഒരു കാര്യം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ തന്നെ അറിയിച്ചിരുന്നു. ആ മറുപടിയായിരുന്നു ഇന്ന് തെക്കൻ ഇറാനിലേക്ക് ഉണ്ടായിട്ടുള്ള ആക്രമണം എന്ന് പറയുന്നത്. അത് ഈ പ്രധാനമായിട്ടുള്ള തുറമുഖ നഗരമായിട്ടുള്ള ബന്ദർ അബ്ബാസ്, അതുപോലെ തന്നെ ഹോർമൂസ് പ്രവിശ്യ അടക്കമുള്ള മേഖലകളിലേക്കാണ് ആക്രമണം ഉണ്ടായത്. അതിന് തിരിച്ചടിക്കുമെന്ന് ഇറാൻ പറഞ്ഞിരുന്നു. അതേസമയം ഈ ഒരു ഹെലികോപ്റ്റർ ആക്രമണം മനഃപൂർവ്വമല്ല എന്നും ഇറാൻ പറയുന്നുണ്ട്. ആ മേഖലയിലുള്ള പ്രദേശത്തുള്ള US സൈനികരും അതുപോലെ തന്നെ സംവിധാനങ്ങളും ഭീഷണിയിലാണ്. അങ്ങനെ ഒരു നിരീക്ഷണ ഡ്രോണുമായി കൂട്ടിയിടിച്ചാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായതെന്നും മനഃപൂർവ്വമായിട്ടുള്ള ഒരു പ്രകോപനം ഉണ്ടായിട്ടില്ല ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇറാൻ ഒരു വിശദീകരണം വയ്ക്കുന്നുണ്ട്. അതേസമയം അമേരിക്ക ആരോപിക്കുന്നത് ഇതൊരു പ്രകോപനമായി തന്നെയാണ്, സ്വയം രക്ഷാർത്ഥമായിട്ടുള്ളൊരു പ്രതികരണമായിട്ടാണ്. ശരി, അങ്ങനെ മൊത്തത്തിൽ പശ്ചിമേഷ്യയിൽ കാര്യങ്ങൾ സംഘർഷഭരിതമാണ്. വീണ്ടും അവിടെ അശാന്തി പരന്നിരിക്കുന്നു.